സുഹൃത്തേ, ജീവിതത്തിലെ ചില മാറ്റങ്ങൾ ശബ്ദമില്ലാതെ നടക്കും. പുറത്തു നോക്കുമ്പോൾ എല്ലാം നിശബ്ദമായി തോന്നാം. പക്ഷേ ആ നിശബ്ദതയ്ക്കുള്ളിൽ തന്നെ ഏറ്റവും മനോഹരമായ രൂപാന്തരങ്ങൾ നടക്കാറുണ്ട്. ഒരു വിത്ത് മണ്ണിനടിയിൽ വേരുകൾ വളർത്തുമ്പോൾ ലോകം അതിനെ കാണുന്നില്ല, പക്ഷേ വളർച്ച നടക്കുന്നു. ചില പൂക്കൾ രാവിലെ വിരിയും, ചിലത് സന്ധ്യയിൽ വിരിയും. പക്ഷേ രണ്ടിനും അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതവും. നിങ്ങൾക്ക് വരേണ്ട അനുഗ്രഹങ്ങൾ വഴിതെറ്റിയിട്ടില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളെ മറന്നിട്ടില്ല. നിങ്ങൾ രൂപപ്പെടുകയാണ്. നിങ്ങൾ പിന്നിലല്ല, നിങ്ങൾ നിങ്ങളുടെ വഴിയിലാണ്. ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ശാന്തമായ ഓർമ്മപ്പെടുത്തലായി വരട്ടെ. എല്ലാം അതിൻ്റെ സമയത്ത് വരും. ജീവിതത്തിന് ഒരു സ്വന്തം താളമുണ്ട്. സുഹൃത്തേ, നമ്മൾ പലപ്പോഴും അത് വേഗത്തിലാക്കാൻ ശ്രമിക്കും. എല്ലാം പെട്ടെന്ന് മനസ്സിലാകണം, എല്ലാം പെട്ടെന്ന് നടക്കണം, എല്ലാം പെട്ടെന്ന് സെറ്റിലാകണം. പക്ഷെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും പതുക്കെയാണ് വരുന്നത്. ഒരു നല്ല വ്യക്തിത്വം ഒരു ദിവസം കൊണ്ടല്ല ഉണ്ടാകുന്നത്. ഒരു നല്ല കരിയർ പതുക്കെ വളരുന്നു. ഒരു നല്ല റിലേഷൻഷിപ്പ് വിശ്വാസത്തിലൂടെയാണ് ആഴമാകുന്നത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പതുക്കെ ശീലങ്ങളിലൂടെ ഉണ്ടാകുന്നു. ഉള്ളിലെ സമാധാനം പ്രാക്ടീസിലൂടെ ശക്തമാകുന്നു. വേഗത്തിൽ കിട്ടുന്ന എല്ലാം മോശമാണ് എന്നല്ല, പക്ഷേ സമയമെടുത്തു വരുന്ന ചില കാര്യങ്ങൾക്ക് ഒരു പ്രത്യേക ആഴമുണ്ടാകും. അതിൽ മച്യൂരിറ്റി ഉണ്ട്, അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, അതിൽ സ്റ്റെബിലിറ്റി ഉണ്ട്, അതിന് വാല്യൂ ഉണ്ട്. നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്ന ജീവിതം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉള്ളിൽ അതിന് സ്ഥലമൊരുങ്ങുകയാണ്. നിങ്ങളുടെ മനസ്സ് തയ്യാറാകുന്നു, ഇമോഷൻസ് ബാലൻസ് ആകുന്നു, ആത്മവിശ്വാസം പതുക്കെ വളരുന്നു, സെൽഫ് വെർത്ത് ശക്തമാകുന്നു, വ്യക്തത ആഴമുള്ളതാകുന്നു. പുറത്തു നോക്കുമ്പോൾ ചിലപ്പോൾ വലിയ മാറ്റമൊന്നും കാണാനില്ല, പക്ഷേ ഉള്ളിൽ ഒരു പുതിയ മനുഷ്യൻ രൂപപ്പെടുന്നുണ്ടാകാം. ഇതാണ് പരിവർത്തനത്തിന്റെ സൗന്ദര്യം. പരിവർത്തനം എല്ലായ്പ്പോഴും ഡ്രമാറ്റിക് ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ അത് വളരെ സൈലന്റ് ആയിരിക്കും. നിങ്ങൾ ഇന്ന് ശാന്തമായൊരു തീരുമാനമെടുക്കുന്നു, നാളെ കുറച്ചുകൂടി വ്യക്തമാകുന്നു, മറ്റന്നാൾ ഒരു ചെറിയ ശീലം മാറ്റുന്നു. ഒരു ദിവസം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും, ഞാൻ പതുക്കെ പതുക്കെ മാറിയിരുന്നു. ഇതാണ് യഥാർത്ഥ വളർച്ച. അത് ഫോഴ്സ് ചെയ്തതല്ല, അത് സ്വാഭാവികമായി രൂപപ്പെട്ടതാണ്. ഇനിയൊരു പുതിയ കാഴ്ചപ്പാട് സ്വീകരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് ജീവിതം നിങ്ങളോട് ഇല്ല എന്ന് പറയുന്നതല്ല. ചിലപ്പോൾ ജീവിതം പറയുന്നത് കുറച്ചുകൂടി പാകമാകൂ, കുറച്ചുകൂടി ഉള്ളിൽ ഉറച്ചു നിൽക്കൂ, കുറച്ചുകൂടി നിങ്ങളെ തന്നെ തിരിച്ചറിയൂ. അതിനുശേഷം ഇത് നിന്റെ കൈകളിൽ കൂടുതൽ സുരക്ഷിതമായിരിക്കും. ഇത് കാലതാമസമല്ല, ഇത് പാകമാകുന്നതാണ്. ഒരു പഴം പഴുക്കാൻ സമയം വേണം, ഒരു കുഞ്ഞു നടക്കാൻ സമയം വേണം. ജീവിതത്തിനും അതുപോലെ സമയമുണ്ട്. വെയ്ൻ ഡയർ പറഞ്ഞ ഒരു മനോഹരമായ കോട്ടുണ്ട്: എവറിഥിങ് ഈസ് പെർഫെക്റ്റ് ഇൻ ദ യൂണിവേഴ്സ്, ഈവൻ യുവർ ഡിസയർ ടു ഇംപ്രൂവ് ഇറ്റ്. ഈ പ്രപഞ്ചത്തിൽ എല്ലാം അതിൻ്റെ രീതിയിൽ പൂർണ്ണമാണ്. അതിനെ മെച്ചപ്പെടുത്താനുള്ള നിങ്ങളുടെ ആഗ്രഹം പോലും ആ പൂർണ്ണതയുടെ ഭാഗമാണ്. ഇത് നമ്മളെ ഒരു വലിയ സത്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങളുടെ ആഗ്രഹം പോലും ജീവിതത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ കൂടുതൽ സമാധാനം, സമൃദ്ധി, സ്നേഹം, വിജയം ആഗ്രഹിക്കുന്നത് തെറ്റല്ല. പക്ഷേ ആ ആഗ്രഹത്തിന് ഒരു മൃദുവായ താളം വേണം. അത് പരിഭ്രാന്തിയിൽ നിന്നല്ല വരേണ്ടത്, വിശ്വാസത്തിൽ നിന്ന് വരണം. എനിക്കുടനെ വേണം എന്ന ടെൻഷനിൽ നിന്നല്ല. ഞാൻ വളരുന്നു, ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ എൻ്റെ ഭാഗം ചെയ്യുന്നു എന്ന ശാന്തമായ ശക്തിയിൽ നിന്ന് വരണം. ജീവിതം ചിലപ്പോൾ ചില കാര്യങ്ങൾ വേഗത്തിൽ തരാത്തത് നിങ്ങളെ നിരസിക്കുന്നത് കൊണ്ടല്ല, അത് നിങ്ങളെ കൂടുതൽ കഴിവുള്ള ആളാക്കുകയാണ്. സമൃദ്ധിക്ക് സ്വയം വിലയുണ്ടാകണം, വിജയത്തിന് അച്ചടക്കം വേണം, സ്നേഹത്തിന് സെൽഫ് റെസ്പെക്ട് വേണം, സമാധാനത്തിന് ശാന്തത വേണം.
അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ കാത്തിരിക്കുന്ന സമയത്തെക്കുറിച്ച് ഒരു പുതിയ വാക്ക് ഉപയോഗിക്കൂ. താമസമല്ല, പകരം പാകമാകൽ. നിങ്ങൾ പാകമാകുകയാണ്. നിങ്ങളുടെ ജീവിതം തുറക്കാൻ തയ്യാറാകുകയാണ്. ശാന്തമായ മനസ്സാണ് ശരിയായ വഴികൾ കാണുന്നത്. ഇപ്പോൾ ഇത് സൈക്കോളജിയുടെ കണ്ണിലൂടെ നോക്കാം. നമ്മുടെ ബ്രെയിൻ ഒരു പാറ്റേൺ സീക്കിംഗ് സിസ്റ്റമാണ്. അത് എവിഡൻസ് നോക്കും, എന്ന് പറഞ്ഞാൽ തെളിവുകൾ നോക്കും. ഭാവി പ്രവചിക്കാൻ ശ്രമിക്കും. മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യാനും ശ്രമിക്കും. പക്ഷെ ബ്രെയിൻ ശാന്തമായിരിക്കുമ്പോൾ അത് സാധ്യതകൾ കാണും. ബ്രെയിൻ അസ്വസ്ഥമായിരിക്കുമ്പോൾ അത് പ്രശ്നങ്ങൾ മാത്രം കാണും. അതുകൊണ്ട് നമ്മുടെ വൈകാരിക അവസ്ഥ വളരെ പ്രധാനമാണ്. നിങ്ങളുള്ളിൽ ശാന്തമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ കഴിയും. അവസരങ്ങൾ കാണാൻ കഴിയും. പുതിയ ഐഡിയാസ് വരും. ലേണിംഗ് ഓപ്പൺ ആകും. ബന്ധങ്ങൾ ബെറ്ററായി ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ശാന്തത ബലഹീനതയല്ല, ശാന്തത ഒരു ശക്തിയാണ്. ഒരു തടാകത്തിലെ വെള്ളം ശാന്തമായിരിക്കുമ്പോൾ അതിൽ ആകാശം വ്യക്തമായി പ്രതിഫലിക്കും. അതുപോലെ മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ ജീവിതത്തിന്റെ അടുത്ത പടി വ്യക്തമായി കാണാം. നിങ്ങൾ ജീവിതത്തിന്റെ വേഗം കൂട്ടുമ്പോൾ മനസ്സ് ടൈറ്റ് ആകും. പക്ഷേ വിശ്വസിക്കുമ്പോൾ മനസ്സ് കൂടുതൽ ഓപ്പൺ ആകും. ഈ ഓപ്പൺ സ്റ്റേറ്റിൽ നിന്നാണ് ക്രിയേറ്റിവിറ്റി വരുന്നത്, ധൈര്യം വരുന്നത്, സ്ഥിരതയുള്ള പ്രവർത്തനം ഈസിയാകുന്നത്. ഡോക്ടർ ജോ ഡിസ്പെൻസ പറഞ്ഞ ശക്തമായ ഒരു കാര്യമുണ്ട്. യുവർ പേഴ്സണാലിറ്റി ക്രിയേറ്റ്സ് യുവർ പേഴ്സണൽ റിയാലിറ്റി. നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടെ പേഴ്സണൽ റിയാലിറ്റി സൃഷ്ടിക്കുന്നത്. ഇവിടെ പേഴ്സണാലിറ്റി എന്നത് നിങ്ങളുടെ ദിവസമുള്ള ചിന്തകൾ, വികാരങ്ങൾ, ശീലങ്ങൾ, ചോയ്സസ് ഇവയുടെ കോമ്പിനേഷനാണ്. നിങ്ങൾ ദിവസവും ഉള്ളിൽ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ നെർവസ് സിസ്റ്റം കേൾക്കുന്നുണ്ട്. അതിനാൽ നിങ്ങളുടെ സെൽഫ് ടോക്ക് മൃദുവും ശക്തവുമാകണം. ഞാൻ വളരുന്നു. എന്റെ ജീവിതം തുറക്കുകയാണ്. ഇന്ന് ഞാൻ ശാന്തമായി എന്റെ ഭാഗം ചെയ്യും. എനിക്ക് വരേണ്ടത് എന്റെ സമയത്ത് എത്തും. ഇങ്ങനെ പറയുമ്പോൾ ബ്രെയിനിന് സേഫ്റ്റി ഫീൽ ചെയ്യും. സേഫ്റ്റി ഉള്ളപ്പോൾ ബ്രെയിൻ സർവൈവൽ മോഡിൽ നിന്ന് ഗ്രോത്ത് മോഡിലേക്ക് മാറും. എന്ന് പറഞ്ഞാൽ അതിജീവനത്തിൽ നിന്ന് വളർച്ചയുടെ പാതയിലേക്ക് പോകും. ഗ്രോത്ത് മോഡിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. പുതിയ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ആത്മവിശ്വാസം വളർത്താൻ കഴിയും. ചെറിയ പടികൾ പോലും എൻജോയ് ചെയ്ത് മുന്നോട്ടു പോകാൻ കഴിയും. ഇതാണ് പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ. നിങ്ങൾ പുറത്തുള്ള റിസൾട്ടിനെ ഫോഴ്സ് ചെയ്യുന്നില്ല. നിങ്ങൾ ഉള്ളിലെ അവസ്ഥയെ അതുമായി പൂർണ്ണമായും താതാത്മ്യം പ്രാപിക്കണം. അപ്പോൾ ആക്ഷൻസ് നാച്ചുറൽ ആകും. പ്രവർത്തനങ്ങൾക്ക് സ്ഥിരതയുണ്ടാകും. പുരോഗതി സമാധാനത്തോടെയാകും. ജീവിതം ഒരു യുദ്ധമായി തോന്നാതെ നാച്ചുറലായി തുറന്നു വരുന്നത് കാണാം. സുഹൃത്തെ, ശരിയായ സമയത്ത് വരുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതുള്ളിൽ ഫൈറ്റ് ഉണ്ടാക്കാതെ വരും. നിങ്ങളെ തകർക്കാതെ വളർത്തും. ഇൻസെക്യൂരിറ്റി കൂട്ടാതെ ഉറപ്പു നൽകും. ഒരു നല്ല അവസരം പാകമായ സമയത്ത് വന്നാൽ നിങ്ങൾ അതിനെ ഭയത്തോടെയല്ല, തയ്യാറോടുകൂടി സ്വീകരിക്കും. ഒരു നല്ല റിലേഷൻഷിപ്പ് വന്നാൽ മച്ചുറായി സ്നേഹിക്കാൻ പഠിക്കും. ഒരു സാമ്പത്തിക മുന്നേറ്റം വന്നാൽ അതിനെ സ്ഥിരതയും സ്വാതന്ത്ര്യവുമായി കാണാൻ കഴിയും. ഉള്ളിലെ ശാന്തത ആഴമാകുമ്പോൾ പുറത്തെ കാര്യങ്ങൾ മാറിയില്ലെങ്കിലും ഉള്ളിൽ ഒരു നിശബ്ദമായ വിശ്വാസമുണ്ടാകും. ഞാൻ സേഫാണ്. എനിക്ക് വഴി തെളിഞ്ഞു വരുന്നു. എന്റെ ജീവിതം തുറക്കുകയാണ്. നെവിൽ ഗോഡാർഡ് പറഞ്ഞൊരു കാര്യം വളരെ ശക്തമാണ്. അസ്യൂം ദ ഫീലിംഗ് ഓഫ് ദ വിഷ് ഫുൾഫിൽഡ്. നിങ്ങളുടെ ആഗ്രഹം സഫലമായെന്ന അനുഭവം ഉള്ളിൽ സ്വീകരിക്കുക. ഇതൊരു വളരെ മനോഹരമായ പ്രാക്ടീസാണ്. നിങ്ങൾക്ക് വേണ്ട ജീവിതം വന്നതിന് ശേഷം മാത്രമല്ല നിങ്ങൾ സമാധാനം അനുഭവിക്കേണ്ടത്. ഇന്ന് തന്നെ ആ ഭാവി ജീവിതത്തിന്റെ ഫീലിംഗ് നിങ്ങൾ ഉള്ളിൽ പ്രാക്ടീസ് ചെയ്യൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന അബണ്ടൻസിന്റെ അല്ലെങ്കിൽ സമൃദ്ധിയുടെ ഫീലിംഗ് എന്താണ്? ശാന്തത, സ്വാതന്ത്ര്യം, സുരക്ഷ, സന്തോഷം. ഇന്ന് തന്നെ കുറച്ച് ശാന്തത പ്രാക്ടീസ് ചെയ്യൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചതായി
മനസ്സിൽ കരുതി നന്ദി പറയൂ. ഇന്ന് തന്നെ നിങ്ങളുടെ എനർജി അബണ്ടൻസിലേക്ക് കൊണ്ടുവരൂ. ഇതാണ് അലൈൻമെന്റ്. അലൈൻമെന്റ് എന്നത് ഒരു മാന്ത്രിക കാര്യം നടക്കാനുള്ള കാത്തിരിപ്പല്ല. അലൈൻമെന്റ് എന്നത് നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങൾ, പ്രവൃത്തികൾ, ഐഡന്റിറ്റി ഇവയെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിന്റെ ഡയറക്ഷനിലേക്ക് കൊണ്ടുവരികയാണ്. ദീപക് ചോപ്ര പറഞ്ഞ ഒരു മനോഹരമായ കോട്ടുണ്ട്: ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് മൂവ്മെന്റ് ആൻഡ് കെയോസ് കീപ് സ്റ്റിൽനെസ് ഇൻസൈഡ് ഓഫ് യു. ചലനത്തിന്റെയും അരാജകത്വത്തിന്റെയും നടുവിലും നിങ്ങളുടെ ഉള്ളിൽ നിശ്ചലത നിലനിർത്തുക. പുറത്ത് ജീവിതാനുഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ചില ദിവസങ്ങളിൽ വ്യക്തതയുണ്ടാകും, ചില ദിവസങ്ങളിൽ അനിശ്ചിതത്വമുണ്ടാകും, ചില ദിവസങ്ങളിൽ പുരോഗതി കാണും, ചില ദിവസങ്ങളിൽ നിശബ്ദത തോന്നും. പക്ഷെ ഉള്ളിൽ നിശ്ചലതയുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ വഴിയിലാണ്, എനിക്ക് വരേണ്ടത് എൻ്റെ സമയത്ത് വരും, ഞാൻ എൻ്റെ ഭാഗം ചെയ്യുന്നു, ജീവിതം അതിൻ്റെ ഭാഗം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ട്. പഠനം കഴിഞ്ഞാൽ ജോലി, ജോലി കിട്ടിയാൽ സമ്പാദ്യം, വിവാഹം, വീട്, പിന്നെ സെറ്റിലാവണം. ഈ കാലക്രമം പലർക്കും പരിചിതമാണ്. പക്ഷെ ജീവിതം എല്ലാവർക്കും ഒരേ രീതിയിൽ എഴുതപ്പെട്ടിട്ടില്ല. ഒരു മലയാളി പെൺകുട്ടിയെ ചിന്തിക്കൂ. അവൾ പഠനം കഴിഞ്ഞു, ഒരു നല്ല കരിയർ വേണം, ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം, സ്വന്തം കാലിൽ നിൽക്കണം, ഒരു ദിവസം സ്വന്തം ജീവിതത്തെ അഭിമാനത്തോടെ നോക്കണം. ആദ്യം അവൾ പല അവസരങ്ങളും നോക്കും. ചില മറുപടികൾ വരും, ചിലത് വരില്ല, ചില ഇന്റർവ്യൂസ് നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് ആകും. പക്ഷെ അവൾ ഒരു ബ്യൂട്ടിഫുൾ ഡിസിഷൻ എടുക്കുന്നു. ഞാൻ ഈ സമയത്തെ വേസ്റ്റ് ആക്കില്ല, ഞാൻ എന്നെ തന്നെ വളർത്തും. അവൾ ദിവസവും കുറച്ചു സമയം അവളുടെ കഴിവുകൾ ഇംപ്രൂവ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻ സ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നു, റെസ്യൂമെ ബെറ്റർ ആക്കുന്നു, ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നു, പുതിയ കോഴ്സുകൾ പഠിക്കുന്നു. ആദ്യം ചെറിയൊരു മടിയുണ്ടാകും, പക്ഷെ പതുക്കെ അവളുടെ ശബ്ദത്തിൽ വ്യക്തത വരുന്നു. മുമ്പ് ഇന്റർവ്യൂ ഒരു പേടിയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഒരു പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമാകുന്നു. മുമ്പ് റിപ്ലൈ വരാത്തത് പേഴ്സണലായി തോന്നിയിരുന്നെങ്കിൽ ഇപ്പോൾ അവൾ അതിനെ റീഡയറക്ഷനായി കാണുന്നു. മറ്റുള്ളവരുടെ പ്രോഗ്രസ് കാണുമ്പോൾ മുമ്പുള്ളിൽ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അവൾ മൃദുവായി ചിന്തിക്കുന്നു. അവരുടെ നേട്ടങ്ങൾ മനോഹരമാണ്, എന്റെയും ദിവസം വരും. അവൾ കാത്തിരിപ്പ് പാസീവ് അല്ലെങ്കിൽ നിഷ്ക്രിയമായി കാണുന്നില്ല, അവൾ അതിനെ തയ്യാറെടുപ്പായി കാണുന്നു. ഇടയ്ക്കൊക്കെ അവൾക്ക് തോന്നും, ഇപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷെ അതിനൊപ്പം തന്നെ മറ്റൊരു ശക്തമായ ശാന്തമായ ബോധ്യം വരും: എനിക്ക് യോജിച്ച അവസരത്തിന് മുമ്പ് ഞാൻ യോജിച്ച വ്യക്തിയായി വളരട്ടെ. അങ്ങനെ ഒരു ദിവസം അവൾക്കൊരു അവസരം വരുന്നു. അത് വെറുമൊരു ജോലിയല്ല, അവളുടെ സ്കിൽസിനും വാല്യൂസിനും പേഴ്സണാലിറ്റിക്കും ഫിറ്റ് ചെയ്യുന്ന ഒരു സ്പേസ്. ഇന്റർവ്യൂവിൽ അവൾ പെർഫെക്റ്റ് ആയിരുന്നില്ല, പക്ഷേ പ്രസന്റ് ആയിരുന്നു, കാമായിരുന്നു, ക്ലിയർ ആയിരുന്നു. അവൾ സെലക്റ്റായി. അന്ന് അവൾക്ക് ഉള്ളിലൊരു തിരിച്ചറിവ് വരുന്നു: ഞാൻ കാത്തിരുന്നില്ല, ഞാൻ തയ്യാറാകുകയായിരുന്നു. ഇതാണ് ജീവിതത്തിന്റെ സൗന്ദര്യം. ഒന്നും നടക്കാത്തതുപോലെ തോന്നുന്ന സമയത്തു പോലും ഉള്ളിൽ എന്തൊക്കെയോ മനോഹരമായി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. കഴിവുകൾ വളരുന്നു, ആത്മവിശ്വാസം പാകമാകുന്നു. ഒരു ദിവസം നിങ്ങൾക്കും മനസ്സിലാകും, എല്ലാം ശരിയായ ടൈമിങ്ങിൽ തന്നെയായിരുന്നു. ഇന്നു മുതൽ ഈ 3 കാര്യങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യൂ. 1. ദിവസവും രാവിലെ പറയൂ: ഞാൻ ശാന്തമായി എൻ്റെ ഭാഗം ചെയ്യും. രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോൺ നോക്കുന്നതിന് മുമ്പ് ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കൂ. മൃദുവായി ഉള്ളിൽ പറയൂ: ഞാൻ എൻ്റെ വഴിയിലാണ്, എൻ്റെ വളർച്ചയെ ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് ഞാൻ ശാന്തമായി എൻ്റെ ഭാഗം ചെയ്യും. ഈ ചെറിയ പ്രാക്ടീസ് നിങ്ങളുടെ എനർജി മാറ്റും. ദിവസവും തുടങ്ങുന്നത് താരതമ്യത്തിലല്ല, വിശ്വാസത്തിലാണ്. 2. മറ്റുള്ളവരുടെ പുരോഗതി കാണുമ്പോൾ സന്തോഷം എന്ന് പറയൂ. ആർക്കെങ്കിലും നല്ലത് സംഭവിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ബ്യൂട്ടിഫുൾ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യൂ. അവർക്കുള്ളത് അവർക്കെത്തി, എനിക്കുള്ളത് എൻ്റെ സമയത്ത് വരും.
ഇത് നിങ്ങളുടെ ഹൃദയം വിശാലമാക്കും. അസൂയയ്ക്ക് പകരം അനുഗ്രഹം, ഭയത്തിന് പകരം വിശ്വാസം, താരതമ്യത്തിന് പകരം സമൃദ്ധി. മറ്റൊരാളുടെ വിജയം നിങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നില്ല. അത് ജീവിതത്തിൽ സാധ്യതകളുണ്ട് എന്നതിനുള്ള തെളിവാണ്. 3. ദിവസവും ഒരു ചെറിയ അലൈൻഡ് ആക്ഷൻ എടുക്കൂ. വിശ്വാസം എന്നത് ആക്ഷൻ നിർത്തുകയല്ല. വിശ്വാസം എന്നത് പരിഭ്രാന്തിയില്ലാതെ ആക്ഷൻ എടുക്കുക. ഇതിന്റെ ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കൂ. ഒരു പേജ് വായിക്കുക, ഒരു സ്കിൽ പ്രാക്ടീസ് ചെയ്യുക, ഒരു മെസ്സേജ് അയയ്ക്കുക, ഒരു ആപ്ലിക്കേഷൻ അയയ്ക്കുക, ഒന്ന് നടക്കാൻ പോവുക, കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങളുടെ ചിലവുകൾ ഒന്ന് എഴുതി വെക്കുക, ഒരു പോസിറ്റീവ് ചിന്ത എഴുതുക. അങ്ങനെ നിങ്ങളുടെ സ്വപ്ന ജീവിതത്തിലേക്ക് അടുപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ദിവസവും ചെയ്യൂ. ചെറിയ കാര്യങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. നിങ്ങൾ ദിവസവും ചെറിയ സ്റ്റെപ്സ് എടുക്കുമ്പോൾ ജീവിതത്തോട് നിങ്ങൾ പറയുന്നത് ഇതാണ്: ഞാൻ തയ്യാറാണ്, ഞാൻ മനസ്സ് തുറന്നിരിക്കുന്നു, ഞാൻ എൻ്റെ ഭാഗം സ്നേഹത്തോടെ ചെയ്യുന്നു. ഇതുതന്നെയാണ് സമാധാനപരമായ മാനിഫെസ്റ്റേഷൻ. ബലപ്രയോഗമല്ല, ഒഴുക്ക്, ഭയമല്ല, വിശ്വാസം. സുഹൃത്തെ, ഒരുപക്ഷെ ജീവിതം നിങ്ങൾ കരുതുന്നതിലും കൂടുതൽ കരുണയുള്ളതായിരിക്കാം. ചില കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിൽ എത്തുന്നതിന് മുമ്പ് അത് നിങ്ങളെ തയ്യാറാക്കുന്നു. ചില സ്വപ്നങ്ങൾ സഫലമാകുന്നതിന് മുമ്പ് വ്യക്തത ഉണ്ടാക്കേണ്ടതുണ്ട്. ചില പ്രാർത്ഥനകൾക്ക് ഉത്തരമാകുന്നതിന് മുമ്പ് അത് നിങ്ങളിൽ ക്ഷമ, വ്യക്തത, സ്വയം മൂല്യം, ജ്ഞാനം ഇവയെല്ലാം പാകമാകേണ്ടതുണ്ട്. ലൂയിസയുടെ ഒരു ബ്യൂട്ടിഫുൾ അഫർമേഷൻ ഉണ്ട്: ലൈഫ് ലവ്സ് മീ. ജീവിതം എന്നെ സ്നേഹിക്കുന്നു. ഇന്ന് ഈ ചിന്ത ഒരു നിമിഷം ഉള്ളിൽ സ്വീകരിക്കൂ. ജീവിതം എന്നെ സ്നേഹിക്കുന്നു. അതെന്നെ തള്ളിക്കളയുന്നില്ല, മറക്കുന്നില്ല, നിരസിക്കുന്നില്ല. അതെന്നെ വളർത്തുന്നു, നയിക്കുന്നു, ശാന്തമായി എന്നെ എൻ്റെ ശരിയായ സമയത്തേക്ക് ഒരുക്കുന്നു. ഇപ്പോൾ ഒരു ഡീപ് ബ്രീത്ത് എടുക്കൂ. ഉള്ളിൽ മൃദുവായി പറയൂ: ഞാൻ വൈകിയിട്ടില്ല. എനിക്ക് വരേണ്ടത് എനിക്കുള്ള സമയത്ത് എത്തും. ഞാൻ ശാന്തമായി എൻ്റെ ഭാഗം ചെയ്യും. ഈ 3 ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൽ പതിയട്ടെ. നിങ്ങൾ ജീവിതത്തെ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ബോഡി റിലാക്സ് ചെയ്യും. നിങ്ങൾ സ്വയം വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ ക്ലിയർ ആകും. നിങ്ങൾ സമയത്തെ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ യാത്ര സമാധാനമുള്ളതാകും. അതിനുശേഷം വരുന്ന വിജയം നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല, അത് നിങ്ങളിൽ സെറ്റിൽ ചെയ്യും. അതിനുശേഷം വരുന്ന അബണ്ടൻസ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യില്ല, അത് നിങ്ങളിലൂടെ ഒഴുകും. അതിനുശേഷം വരുന്ന സ്നേഹം നിങ്ങളെ ഡിപ്പെൻഡന്റ് ആക്കില്ല, അത് നിങ്ങളെ കൂടുതൽ പൂർണ്ണതയുള്ള ആളാക്കും. അതിനുശേഷം വരുന്ന സമാധാനം താൽക്കാലിക ഫീലിംഗ് അല്ല, അത് നിങ്ങളുടെ നേച്ചറാകും. നിങ്ങളുടെ ജീവിതം മനോഹരമായി തുറക്കുകയാണ്. സുഹൃത്തെ, ഇന്നത്തെ മെസ്സേജ് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്വന്തം താളമുണ്ട്. നിങ്ങൾ പിന്നിലല്ല, നിങ്ങൾ നിങ്ങളുടെ വഴിയിലാണ്. നിങ്ങൾ നഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ രൂപപ്പെടുകയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളെ വിട്ടുപോയിട്ടില്ല. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ വഴിതെറ്റിയിട്ടില്ല. നിങ്ങളുടെ യാത്ര ഇപ്പോഴും അർത്ഥവത്താണ്. ചിലപ്പോൾ ജീവിതം വളരെ നിശബ്ദമായി നമ്മളെ ഒരുക്കും. പുറത്ത് വലുതായി ഒന്നും കാണാനുണ്ടാകില്ല, പക്ഷേ ഉള്ളിൽ വേരുകൾ വളരും. വിശ്വാസം വളരും, ആത്മവിശ്വാസം വളരും, ജ്ഞാനം വളരും, സ്വയം മൂല്യം വളരും, സമാധാനം വളരും. ഒരു ദിവസം ആ വേരുകൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തി നിർത്തുക. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളുടെ യാത്രയെ സ്നേഹത്തോടെ കാണൂ. നിങ്ങൾക്ക് വരേണ്ടത് വരും, പോകേണ്ടത് പോകും, പഠിക്കേണ്ടത് പഠിക്കും, തുറക്കേണ്ടത് തുറക്കും. നിങ്ങൾ വൈകിട്ടില്ല സുഹൃത്തെ. നിങ്ങളുടെ ജീവിതം നിശബ്ദമായി, മനോഹരമായി, ശരിയായ സമയത്ത് വിരിയുകയാണ്. ഈ മെസ്സേജ് നിങ്ങളുടെ മനസ്സിൽ ഒരു ശാന്തമായ ഫീലിംഗ് നൽകിയെങ്കിൽ കമന്റ് ചെയ്യൂ: ഞാൻ തയ്യാറാകുന്നു. അത് വെറും കമന്റ് അല്ല, നിങ്ങളുടെ ഹൃദയത്തോട് നിങ്ങൾ പറയുന്ന ഒരു വാഗ്ദാനമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് സമാധാനം നൽകിയെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇങ്ങനെ സൈക്കോളജി, സ്പിരിച്വാലിറ്റി, അബണ്ടൻസ് മൈൻഡ്സെറ്റ് എന്നിവ ചേർന്ന മലയാളം സെൽഫ് ഇംപ്രൂവ്മെന്റ് കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ
ബ്ലിസ്ഫുൾ അബണ്ടൻസ് ജേർണി സബ്സ്ക്രൈബ് ചെയ്യൂ. ഇവിടെ നമ്മൾ ജീവിതത്തെ ഫോഴ്സ് ചെയ്യാൻ പഠിക്കുന്നില്ല, ജീവിതത്തോട് ചേർന്ന് ഒഴുകി നീങ്ങാൻ പഠിക്കുന്നു. നിങ്ങൾ വൈകിയിട്ടില്ല, എല്ലാം ശരിയായ സമയത്ത് വരും. നന്ദി.